അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഗഫൂർ എന്നത്. വലിയ ഗൗരവപ്പെട്ട പാപങ്ങളെ പുറത്തു കൊടുക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗഫൂർ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ 91 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അബ്ജദിയ്യത്ത് 1286 ധാരാളമായി പല പ്രാവശ്യമായി പുറത്തു കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗഫാർ എന്ന് പറയപ്പെടാറുള്ളതുപോലെ രൂപത്തിൽ വളരെ ഗൗരവപ്പെട്ട ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്നവൻ എന്ന അർത്ഥമാണ് ഗഫൂർ എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഗഫൂർ എന്നത് ഗഫർ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഗഫർ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളുടെ മേലിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മുറിവ് സുഖപ്പെടുത്തുന്ന ഒരു ചെടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഗഫർ എന്ന ചെടി ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ സുഖപ്പെടും എന്നതുപോലെ തിന്മയാകുന്ന മുറിവ് ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന ആ മരുന്ന് പൊടുന്നനെ ആ മുറിവിനെ സുഖപ്പെടുത്തുന്നു എന്ന നിലക്ക് ഇതിനെ വിശദീകരിച്ചവർ ഉണ്ട്. പരിച എന്ന അർത്ഥത്തിലുള്ള മിഗ്ഫറത്ത് എന്നതിൽ നിന്നാണ് ഗഫൂർ എന്നത് ഉണ്ടായത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. തിന്മകൾ അവൻ്റെ തലയിൽ സംഭവിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിൻ്റെ ഗഫൂരിയത്ത് എന്ന ആ വിശേഷണം അടിമകൾക്ക് പരിചയാകുന്നു. ഗഫറ എന്ന പദത്തിന് മറച്ചു വെക്കുക എന്ന അർത്ഥവും ഉണ്ട്. അപ്പോൾ തിന്മകൾ നമ്മിൽ സംഭവിക്കുന്നതിനെ തൊട്ട് ഗൗരവപ്പെട്ട തിന്മകൾ നമ്മിൽ സംഭവിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല മറയിടുന്നത് കൊണ്ടാണ് അല്ലാഹു ഗഫൂർ ആയത്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഒരടിമ ശിക്ഷിക്കപ്പെടുന്നവനാവുക എന്ന ഒരവസ്ഥയെ തൊട്ട് ഒരടിമയെ ശിക്ഷകൾ ബാധിക്കുന്നതിനെ തൊട്ട് ആ അടിമയെ കാക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അവനാണ് ഗഫൂർ, എൻ്റെ സൃഷ്ടാവായ റബ്ബാണ് ഗഫൂർ എന്ന ബോധത്തിലേക്കെത്തിയാൽ തീർച്ചയായും അവനിൽ എന്ത് തിന്മകൾ സംഭവിച്ചാലും ആ തിന്മകളൊക്കെ പുറത്തു തരാൻ എല്ലാ നിലക്കും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന ബോധത്തിലേക്കെത്തിയാൽ തീർച്ചയായും അവനിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന സ്വഭാവം ഉണ്ടാകുമെന്നാണ്. ധാരാളമായി അവൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും.
മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ ഒരു ദിവസത്തിൽ തന്നെ 12,000-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നാണ്. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ നിന്ന് പാപമോചനം തേടുക എന്ന് അതിന് നമുക്കർത്ഥം പറയാം. എന്നാൽ മനസ്സ് നൊമ്പരപ്പെടലോടുകൂടെ, മനസ്സിൽ ചെയ്തുപോയ തിന്മയെക്കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ടാകലോടുകൂടെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹാണ്. ഇനി ഒരിക്കലും ആ തിന്മകളെ മടങ്ങുകയില്ല എന്നും ഇനിയുള്ള കാലം റബ്ബ് തൃപ്തിപ്പെട്ട നിലയിൽ ജീവിക്കാമെന്നൊക്കെയുള്ള പ്രതിജ്ഞയും ചെയ്ത തിന്മയിൽ നിന്നൊക്കെ പരിപൂർണമായി ഒഴിവാവുകയുമൊക്കെ ചെയ്തുകൊണ്ടുള്ള ആ ഒരവസ്ഥയിൽ അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് റബ്ബിനോട് പാപമോചനം തേടുമ്പോൾ അത് സമ്പൂർണമായ ഇസ്തിഗ്ഫാറാണ്. എന്നാൽ കൂടുതൽ ആളുകളിലും സ്വഹീഹായ ഇസ്തിഗ്ഫാറും സമ്പൂർണമായ ഇസ്തിഗ്ഫാറും ഉണ്ടാകാറില്ല. ഒരു മനുഷ്യൻ്റെ ഖൽബിൽ വിഷമവുമില്ല, അതേപോലെ തന്നെ തൗബയുടേതായി പറയപ്പെട്ട നിബന്ധനകളും അവനിലില്ല. ആ നിലക്ക് കേവലം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് അവനിങ്ങനെ പറഞ്ഞാൽ അത് ബാത്തിലായ ഇസ്തിഗ്ഫാറാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഇസ്തിഗ്ഫാർ 3 രൂപത്തിലാണ്: സ്വഹീഹായ ഇസ്തിഗ്ഫാർ, ശരിയായ ഇസ്തിഗ്ഫാർ, 2 കാമിലായ ഇസ്തിഗ്ഫാർ, സമ്പൂർണമായ ഇസ്തിഗ്ഫാർ, 3 ബാത്തിലായ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയ ഒരു മനുഷ്യനോട് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്ത ഇസ്തിഗ്ഫാർ, നീ ഇപ്പോൾ ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള ആ പാപമോചനത്തെ തേടൽ, അത് നിനക്ക് അള്ളാഹ് പുറത്തു തരണമെങ്കിൽ നീ വേറൊരു ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. ഇതേപോലത്തെ ഒരു സംഭവം മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലും കാണാം. മഹദി പറയാറുണ്ട്, തൗബത്തുന തഹ്താജു ഇലാ തൗബത്തിൻ ഉഖ്റ. നമ്മളൊക്കെ ചെയ്യുന്ന തൗബ, നമ്മളൊക്കെ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ, അതൊക്കെ അള്ളാഹ് പുറത്തു തരണമെങ്കിൽ വേറെ ഒരു തൗബ, വേറെ ഒരു ഇസ്തിഗ്ഫാർ നടത്തേണ്ടതാണ്. പരസ്യം പാടില്ല എന്ന് മതിലിൽ എഴുതി വെക്കലും ഒരു പരസ്യമാണ് എന്നതുപോലെ നമ്മൾ തൗബ ചെയ്യുന്നു, അത് ദോഷമാണ്. കാരണം ബാത്തിലായ തൗബയാണ് പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഗഫൂർ എന്ന ഇസ്മുമായിട്ട് തഅല്ലുഖ് ആകേണ്ടത് എങ്ങനെയാണ്? ഏത് സമയത്തും കാമിലായ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനാവുക. എപ്പോഴും അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ഒരു ചെറിയ തെറ്റിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും 100ഓളം പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എങ്കിൽ നന്മയുടെ ഒരു ലാഞ്ചന പോലുമില്ലാത്ത എന്ന നിലക്ക് പറയാൻ പറ്റുന്ന നമ്മൾ എത്രമാത്രം ഇസ്തിഗ്ഫാറുകൾ ചെയ്യേണ്ടതാണ്.
ഇനി ഈ മഹത്തായ ഗഫൂർ എന്ന ഇസ്മുമായിട്ട് തഖല്ലുക്ക് ആകൽ, സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മെ പ്രയാസപ്പെടുത്തിയവർക്ക് നാം പുറത്തു കൊടുക്കണം. നമ്മോട് എതിര് ചെയ്ത, നമ്മെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക. അള്ളാഹുവിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കവാടമാണ് മറ്റുള്ളവർക്ക് നാം പുറത്തു കൊടുക്കുക എന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ തന്നെ അള്ളാഹു പറഞ്ഞത് കാണാം, വല്യഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അവർ മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണമെന്ന വലിയ ഒരു ആശയമാണ്, നിർദ്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടാകണം. ഏതെങ്കിലും വ്യക്തികളിൽ വല്ല പോരായ്മകളും ഉണ്ടായാൽ അത് എല്ലാവരിലേക്കും എത്തിക്കുന്ന ദുഷിച്ച സ്വഭാവം നമ്മളിലുണ്ടാകരുത്. മറിച്ച് നാം അത് മറച്ചു വെക്കുന്നവരാകണം. നമ്മെ പ്രയാസപ്പെടുത്തിയവർക്ക് പുറത്തു കൊടുക്കുന്നവരാകണം എന്ന് മാത്രമല്ല, നമ്മുടെ കാരണം കൊണ്ട് നമ്മളുടെ ശത്രുക്കൾക്ക് വരെ അള്ളാഹു കാരുണ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മളുടെ ബറക്കത്ത് കൊണ്ട്, നമ്മളുടെ പുണ്യം കൊണ്ട് മറ്റുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെന്നാണ്. സൂറത്ത് യാസീനിൽ അശ്ശഹീദ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ദൂതന്മാരെ കൊണ്ട് വിശ്വസിക്കുകയും ഏകനായ റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അന്താക്കിയക്കാരായ ആളുകൾ മഹാനവറുകളെ വധിച്ചു കളഞ്ഞു. രക്തസാക്ഷിയായ മഹാനവറുകൾ അള്ളാഹുവിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വചനം യാസീനിൽ കാണാം, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്ന ആ വിവരം എൻ്റെ കൗം അറിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവരാ തിന്മയുടെ മേഖലയിൽ നിന്ന് ഗഫൂറായ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനായ റബ്ബിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് അവർ വരുമല്ലോ എന്ന് ജീവിച്ചിരിക്കുന്ന, എന്നാൽ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആളുകൾക്ക് റഹ്മത്തുണ്ടാകാൻ ബഹുമാനപ്പെട്ടവർ ആഗ്രഹം പ്രകടിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ യാസീനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കണം. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ തീർച്ചയാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് ധാരാളമായി നമ്മളിലുണ്ടാകും. അടങ്ങാത്ത സ്നേഹവും അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന സ്വഭാവവും നമ്മളിലുണ്ടാകും. അതുപോലെ തന്നെ പാപം പുറത്തു തരുന്നതിൽ ഒരു റജാഇൻ്റെ കവാടം, പ്രതീക്ഷയുടെ ഒരു കവാടം എപ്പോഴും നമ്മളിൽ ഉണ്ടാകും. എൻ്റെ റബ്ബ് ഗഫൂറാണ്. ഞാൻ അങ്ങേയറ്റം വൃത്തികെട്ട രൂപത്തിൽ ജീവിച്ചു എങ്കിലും എൻ്റെ റബ്ബിൻ്റെ മഗ്ഫിറത്ത് വിശാലമായതുകൊണ്ട് ആ റബ്ബിൻ്റെ മഗ്ഫിറത്തിൽ ഞാൻ പ്രതീക്ഷയുടെ വാതിലും തുറന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു തലത്തിലേക്ക് അവൻ എത്താൻ കഴിയും. അതുപോലെ തന്നെ തിന്മകളെ പൊറുപ്പിച്ച് കളയുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ധാരാളമായി അവന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ റബ്ബ് പുറത്തു തരുന്നവനാണ് എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും തിന്മ ചെയ്യാൻ,
ധൈര്യപ്പെടുന്ന ഒരവസ്ഥ അവനിൽ ഇല്ലാതെയാകും എന്നാണ്. കാരണം അള്ളാഹുവിനെക്കുറിച്ച് നല്ലതായ നിലക്ക് ഭാവിക്കുക എന്നത് ഖേദിക്കുകയും തൗബ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ ഉപകാരപ്പെടൂ. ഒരു തിന്മ ചെയ്യുന്ന മനുഷ്യൻ എൻ്റെ റബ്ബ് പുറത്തു തരുന്നവനാണ് എന്നും അള്ളാഹുവിനെക്കുറിച്ച് നല്ല നിലക്ക് ചിന്തിച്ച് വീണ്ടും വീണ്ടും തിന്മ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് അവനിലുള്ള ആ നല്ല ഭാവന അതവന് ഉപകരിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ചൊരടിമ നല്ല ഭാവന വെക്കുമ്പോൾ അതവന് ഉപകരിക്കൽ എപ്പോൾ മാത്രമാണ്? അവൻ തിന്മകളിൽ നിന്നകന്ന് ജീവിതത്തെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അതവന് ഉപകരിക്കുക. അതേപോലെ തന്നെ അള്ളാഹു ഗഫൂറാണ് എങ്കിലും ഞാൻ തെറ്റ് ചെയ്യാതിരിക്കൽ എൻ്റെ ബാധ്യതയും കടമയുമാണ് എന്ന നിലക്ക് ചിന്തിച്ച് അള്ളാഹുവിൽ നിന്ന് അള്ളാഹു തൻ്റെ പ്രവർത്തനങ്ങൾ കാണുമല്ലോ എന്ന നിലക്ക് ലജ്ജ ആ മനുഷ്യനിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഗഫൂർ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഫിഅലിയത്തായ ഒരു വിശേഷണമാണ്. പുറത്തു കൊടുക്കൽ അള്ളാഹുവിന് നിർബന്ധമില്ല, പക്ഷെ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഈ ഇസ്മിനെ ധാരാളമായി ഒരു മനുഷ്യൻ ഓതുമ്പോൾ തീർച്ചയായും അവനെ ബാധിക്കുന്ന പല വേദനകളും വിഷമങ്ങളും അവനിൽ നിന്നില്ലാതെയാകും. അവൻ്റെ മേലിൽ ആധിപത്യം പുലർത്തുന്ന ആളുകൾക്ക് അവനോട് ദേഷ്യമുണ്ടാകുന്നതിനെ തടയാൻ, അവനോട് ദേഷ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ മതിയാകും എന്നാണ്. പരസ്പരം ദേഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾ അവർ ഈ ഇസ്മുമായി ബന്ധം പുലർത്തി ഇതിനെ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും അവർ പരസ്പരം മസ്ലഹത്താകുന്ന, നന്നാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ മരണസമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസകരമായ വിഷയങ്ങളൊക്കെ അവനിൽ നിന്ന് നീങ്ങിപ്പോയി അവൻ്റെ നാവ് പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവന് വഴങ്ങിക്കിട്ടുമെന്നൊക്കെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.